ഹോസ്പേട്ടിൽ നിന്ന് തുംഗഭദ്ര ഡാമിൻ്റെ സൈഡിലൂടെ ഹുനകുണ്ട് ലക്ഷ്യമാക്കി ഞങ്ങൾ യാത്ര തിരിച്ചു. ഹുൻകുണ്ടിൽ നിന്ന് തിരിഞ്ഞ് വേണം നമുക്ക് ഐഹോളെ, പട്ടടയ്ക്കൽ, ബദാമിയിലൊക്കെ പോകാൻ വേണ്ടി. ഹുൻകുണ്ടിൽ നിന്ന് ലെഫ്റ്റിലേക്ക് നമ്മൾ പട്ടടയ്ക്കൽ വഴിയിലേക്ക് തിരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മുഴുവനായിട്ട് നമ്മളൊരു ശരിക്കും തനി ഗ്രാമീണ വഴികളാണ്. ഇപ്പോഴും കാളവണ്ടിയിൽ രാവിലെ സ്കൂളിലേക്കും മറ്റ് ജോലിക്കും കൃഷിയിടങ്ങളിലേക്കൊക്കെ പോകുന്ന കാഴ്ചകളാണ് നമ്മൾ അധികവും കാണുക. അതേപോലെ തന്നെ കാളവണ്ടി ഉണ്ടാക്കുന്ന സ്ഥലങ്ങൾ, അത് റിപ്പയർ ചെയ്യുന്ന സ്ഥലങ്ങൾ, അതൊരു പുതിയൊരു അനുഭവമായിരുന്നു ഞങ്ങൾക്ക്. ഇത് കണ്ടോ, ഈ കാളവണ്ടിയുടെ വീലുകൾ, അതേപോലെ പുതിയ അതിൻ്റെ ബോഡി, ഇതൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുക വിൽപ്പനയ്ക്ക്. ആദ്യമായിട്ടോ ജീവിതത്തിൽ ഇതൊക്കെ കാണുന്നത്. ഈ സ്ഥലങ്ങളൊക്കെ സ്ഥിതി ചെയ്യുന്നത് കർണാടക സ്റ്റേറ്റിലെ ബഗൽകോട്ട് എന്ന ജില്ലയിലാണ്. ഈ കാഴ്ചകളൊക്കെ അങ്ങനെ കണ്ട് ഞങ്ങളങ്ങനെ ഐഹോളിൽ എത്തി. ഐഹോൾ ഒരു ചെറിയൊരു ഗ്രാമമാണ്. ഈ വഴികളിലൊന്നും നമുക്ക് എന്താ പറയുക, ഒരു പ്രോപ്പർ റെസ്റ്റോറൻറ്റോ അല്ലെങ്കിൽ അങ്ങനത്തെ നമ്മളൊരു ഡെവലപ്ഡായിട്ട് നമുക്ക് അങ്ങനെ ഒന്നും കാണാൻ കഴിയില്ല. ഞങ്ങൾ കുറച്ച് നേരത്തെ എത്തിയതുകൊണ്ട് തന്നെ ഞങ്ങൾ ആദ്യം പോയത് മല്ലികാർജുന ടെമ്പിൾ കോംപ്ലക്സിലേക്കാണ്. അതൊരു വളരെ ചെറിയ ഒരു ടെമ്പിൾ കോംപ്ലക്സ് ആണ്. ഇതൊക്കെ സാൻഡ് സ്റ്റോൺസ് കൊണ്ടുണ്ടാക്കിയ അമ്പലങ്ങൾ തന്നെയാണ്. അതേപോലെ തന്നെ അവിടെ കാണുന്ന മലകളൊക്കെ അധികവും ഈ സാൻഡ് സ്റ്റോൺ ബേസ്ഡ് മലകളാണ്. അതേപോലെ തന്നെ ഇവിടെയുള്ള അമ്പലങ്ങൾ ബുദ്ധ, ഹിന്ദു, ജൈന മതങ്ങളിൽപ്പെട്ട അമ്പലങ്ങളാണ്. ഈ അമ്പലങ്ങളൊക്കെ 7 മുതൽ 10-ാം നൂറ്റാണ്ട് വരെയുള്ള കാലയളവിലാണ് പണിതത്. ഈ അമ്പലങ്ങളൊക്കെ ചാലുക്യ ഡൈനാസ്റ്റിയുടെ സമയത്ത് പണിത അമ്പലങ്ങളാണ്. ഈ അമ്പലങ്ങളിൽ ഈ ഭാഗത്ത് ഐഹോളയിൽ ഏറ്റവും ഫേമസ് ആണ് ഈ ദുർഗ ടെമ്പിൾ. ഈ ദുർഗ ടെമ്പിൾ കോംപ്ലക്സിൽ തന്നെ 7 മോണ്യുമെൻറ്റ്സ് ഉണ്ട്. ഇതിൻ്റെയൊക്കെ ഒരുപാട് ചരിത്രങ്ങളുണ്ട്. പക്ഷേ അതൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാനുള്ള ലിമിറ്റേഷൻസും ഉണ്ട്. എനിവേ, ഈ പറഞ്ഞ പോലെ ഈ ദുർഗ ടെമ്പിളിൽ ഒരുപാട് കൊത്തുപണികളും ഒക്കെ ഉണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ ഷേപ്പ് ഒരു പ്രത്യേകതയുള്ളതാണ്. അതിൻ്റെ സൈഡിൽ കൂടെ ഒരു എന്താ പറയുക, നമ്മളൊരു വരാന്തയിൽ, ക്ലോസ്ഡ് വരാന്തയിൽ നടക്കുന്ന പോലെ ഒരു ചുറ്റ് നമുക്കിങ്ങനെ നടന്നു വരാനുള്ള ഒരു ഇതും, അതിൽ തന്നെ ഒരുപാട് പിന്നെ രാമായണത്തിലെയും മഹാഭാരതത്തിലെയും പിന്നെ വേറെയും കുറേ കൊത്തുപണികളും ഒക്കെ ഇതിൽ ഉണ്ട്. പക്ഷെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് ആ ഒരു ഇതിൽ തന്നെ. ഈ അമ്പലങ്ങളൊക്കെ പട്ടടയ്ക്കൽ അമ്പലങ്ങളുടെ ഗ്രൂപ്പിൽ പെട്ടതാണെങ്കിലും പട്ടടയ്ക്കൽ ആക്ച്വലി യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൽ പെട്ട ഒരു ഗ്രൂപ്പ് ഓഫ് ടെമ്പിൾസ് ആണ്. അതിൽ പെട്ട ഭാഗങ്ങളാണ് ഈ ഐഹോള എങ്കിലും ഐഹോള ഇപ്പോഴും അത് യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൽ ഒഫീഷ്യലി ആയിട്ടില്ല. പക്ഷേ അത് ആക്ച്വലി ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യൻ്റെ കീഴിൽ തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. ചാലുക്യ ഡൈനാസ്റ്റിക്ക് ശേഷം ഇത് ഒരുപാട് യുദ്ധങ്ങൾ കണ്ടിട്ടുണ്ട്. ഈ പ്രദേശങ്ങളൊക്കെ ഒരു സമയത്ത് വിജയനഗര സാമ്രാജ്യത്തിൻ്റെ ഭാഗമായിരുന്നു. പിന്നീട് അത് മുസ്ലിം സുൽത്താൻസിൻ്റെ കയ്യിലായി. പിന്നെ അത് കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നത് പിന്നെ മുഗൾ സാമ്രാജ്യത്തിൻ്റെ കൺട്രോളിലാവുകയും പിന്നീട് അത് എനിക്ക് തോന്നുന്നത് ടിപ്പു സുൽത്താൻ കോൺക്വർ ചെയ്തിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് ബ്രിട്ടീഷ് വന്ന സമയത്ത് ബ്രിട്ടീഷുകാർ പിന്നെ ടിപ്പു സുൽത്താൻ്റെ കയ്യിൽ നിന്ന് അത് പിടിച്ചടക്കുകയും ചെയ്തതാണ് എൻ്റെ ചരിത്രം. ബീജാപ്പൂർ ഭരണാധികാരിയായിരുന്ന ആദിൽ ഷാഹിയുടെ ഭരണകാലത്ത് പുള്ളിയുടെ കുറച്ച് നാട്ടുരാജാക്കന്മാർ ഈ സ്ഥലങ്ങളിൽ വന്ന് താമസിച്ചിട്ടുണ്ട്. ലാഡ് ഖാൻ എന്നുള്ള ഒരു വ്യക്തി താമസിച്ചിരുന്ന സ്ഥലമായതുകൊണ്ടാണത് പിന്നീട് ലാഡ് ഖാൻ ടെമ്പിൾ എന്ന് അറിയപ്പെട്ടത്. ഗൗഡ്രഗുഡി ലാഡ് ഖാൻ ടെമ്പിളിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്. പക്ഷേ ഈ മോണ്യുമെൻ്റ് ആക്ച്വലി ലാഡ് ഖാൻ ടെമ്പിളിനെക്കാട്ട് മുമ്പ് പണിതതാണ്. അങ്ങനെ ദുർഗ ടെമ്പിളൊക്കെ കണ്ട് ഞങ്ങൾ പട്ടടയ്ക്കൽ എന്ന സ്ഥലത്തേക്ക് യാത്ര തിരിച്ചു. ഏകദേശം ഒരു 10 കിലോമീറ്ററിൻ്റെ അടുത്താണ് പട്ടടയ്ക്കലിലേക്കുള്ള ദൂരം.
രാവിലെ തന്നെ ജോലിക്കായിട്ട് ഓട്ടോറിക്ഷയിലും ഒക്കെ ആയിട്ട് കുറേ സ്ത്രീകൾ പോകുന്ന കാഴ്ചകളാണ്. അവർ പോകുന്ന വഴിക്കാണ് അവരുടെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കുന്ന വണ്ടിയിൽ നിന്ന് തന്നെ. ചെറിയ ഗ്രാമങ്ങളിൽ കൂടിയുള്ള വഴികളാണ് ഈ പട്ടടക്കലിലേക്കുള്ള. ഈ ഭാഗങ്ങളിൽ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് കൃഷി സ്ഥലങ്ങളും ഉണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഈ മില്ലറ്റ്സിൻ്റെ പല വെറൈറ്റീസാണ്. അതിൽ ഈ ജോവാർ എന്ന് പറയുന്നത് സ്വർഗം എന്നും പറയും, അതാണ് ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്നത്. പട്ടടയ്ക്കൽ ഗ്രൂപ്പ് ഓഫ് മോണ്യുമെൻറ്റ്സിൻ്റെ മുന്നിൽ തന്നെ കുറച്ച് കടകൾ, അത്യാവശ്യം നമുക്ക് കുടിക്കാനുള്ള വെള്ളം, സോഫ്റ്റ് ഡ്രിങ്ക്സ്, പിന്നെ അല്ലെങ്കിൽ ചെറിയ ഭക്ഷണങ്ങൾ, ലോക്കൽ ഭക്ഷണങ്ങളൊക്കെ കിട്ടുന്ന ചെറിയ ചെറിയ സ്ഥലങ്ങളുണ്ട്. അവർ താമസിക്കുന്നത് അതിൽ തന്നെയാണ്. അപ്പോൾ ഞങ്ങൾ അന്ന് ഭക്ഷണം അധികം കഴിക്കാത്തത് കൊണ്ട് ഞങ്ങൾ അവിടെ നിന്നൊരു ഈ ജോവാറിൻ്റെ റൊട്ടിയും അവരുടെ ലോക്കൽ ലഞ്ച് കഴിച്ചു. അവർ തന്നെ അപ്പം തന്നെ അത് ഉണ്ടാക്കി ലോക്കൽ എന്താ പറയുക തൈരും ഒക്കെ കൂട്ടിയിട്ടാണ് ഭക്ഷണം. നല്ല സ്വാദായിരുന്നു. നേരത്തെ സൂചിപ്പിച്ച പോലെ പട്ടടയ്ക്കൽ ഗ്രൂപ്പ് ഓഫ് ടെമ്പിൾസ് യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൽ പെട്ട ഗ്രൂപ്പ് ഓഫ് മോണ്യുമെൻറ്റ്സ് ആണ്. ഇവിടെ ഞങ്ങൾ പിന്നെ എൻട്രി ഫീ ഒക്കെ എടുത്ത് ഞങ്ങളൊരു ഗൈഡിനെ വെച്ചു. കാരണം ഇതൊക്കെ മനസ്സിലാക്കണമെങ്കിൽ നമ്മളെപ്പോഴും ഒരു ഗൈഡിനെ വെക്കുന്നത് തന്നെയാണ് നല്ലത്. അവരുടെ എക്സ്പ്ലനേഷൻ ഇതൊക്കെ കേൾക്കുമ്പോഴേ നമുക്കിതൊക്കെയായിട്ട് ചരിത്രവും ഒക്കെ ആയിട്ട് റിലേറ്റ് ചെയ്യാനും, ചരിത്രം മാത്രമല്ല ചരിത്രത്തിൽ പുരാണങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഈ സ്ട്രക്ചേഴ്സൊക്കെ അധികവും സാൻഡ് സ്റ്റോൺസും കൊണ്ട് ഉണ്ടാക്കുന്നതുകൊണ്ട് ഒരുപാട് കാലങ്ങൾ ഈ മഴയും ഒക്കെ കൊണ്ട് പല ഭാഗങ്ങളും ഇറോഷൻ കാരണം പോവുകയൊക്കെ ചെയ്യുന്നുണ്ട്. കുറേ നമ്മൾ യുദ്ധങ്ങളും ഒക്കെ കാരണങ്ങൾ നശിച്ച ഭാഗങ്ങളും നമുക്കിതിൽ കാണാൻ പറ്റുന്നുണ്ട്. ഇവിടുത്തെ അമ്പലങ്ങളിൽ നോർത്ത് ഇന്ത്യൻ ആർക്കിടെക്ചറും ഉണ്ട്, സൗത്ത് ഇന്ത്യൻ ആർക്കിടെക്ചറും ഉണ്ട്. അതിൽ സൗത്ത് ഇന്ത്യനിൽ ഒരു ലേയേർഡ് ഇങ്ങനെ ഒരു പിരമിഡ് സ്റ്റൈലിലും മറ്റേതൊരു മൗണ്ടൻ സ്റ്റൈലിലുമാണ് അതിൻ്റെ ഗോപുരങ്ങളുടെ ആർക്കിടെക്ചർ ഉള്ളത്. ഈ കൺസ്ട്രക്ഷനിലൊക്കെ ഇരുമ്പ് യൂസ് ചെയ്തിട്ടുണ്ട്. ഇരുമ്പിൻ്റെ ഈ റോഡ്സിൻ്റെ മേലെയാണ് ഈ പില്ലേഴ്സ് സ്ഥാപിച്ചിട്ട് എറക്റ്റ് ചെയ്തിട്ടുള്ളത്. ഈ കാണുന്നതാണ് ചന്ദ്രശേഖര ടെമ്പിൾ. ആ കാണുന്നത് ഗലഗനാഥ ടെമ്പിളും. ഗലഗനാഥ ടെമ്പിളിൻ്റെ ഗോപുരം നോക്കുകയാണെങ്കിൽ അതൊരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലാണ് പണിതിട്ടുള്ളത്. നമ്മുടെ ചന്ദ്രശേഖര ടെമ്പിളിൻ്റെ ഗോപുരം നശിച്ചു പോയിട്ടുമുണ്ട്. ഇത് ഈ അന്നത്തെ കൊത്തുപണിക്കാരെങ്ങനെയാണ് ചെയ്തിരുന്നതിൻ്റെ ഒരു വലിയ ഉദാഹരണമാണ്. അവർ ഇതെല്ലാം എറക്റ്റ് ചെയ്ത് പില്ലേഴ്സൊക്കെ ചെയ്തതിന് ശേഷം അതിൽ സ്കെച്ച് ആദ്യം വരച്ച് പിന്നെ അത് കാർവ് ചെയ്തിട്ടാണ് ഈ പിന്നെ അവരുടെ കലാസൃഷ്ടികൾ, ഈ കൊത്തുപണികൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് സ്കെച്ച് ചെയ്ത് പിന്നെ കൊത്തുപണി തുടങ്ങി പൂർത്തീകരിക്കാത്തൊരു ഭാഗമാണ്. ഇവിടെ ഈ കാണുന്ന നിലനിൽക്കുന്ന അമ്പലങ്ങളല്ലാതെ ഇതിൽ കൂടുതൽ അമ്പലങ്ങൾ പണ്ടുണ്ടായിരുന്നു. അത് പല കാരണങ്ങളാൽ യുദ്ധങ്ങളും ഒക്കെ കഴിഞ്ഞ് കുറേ അമ്പലങ്ങൾ നശിച്ചു പോയിട്ടുണ്ട്. ഈ അമ്പലത്തിൻ്റെ ഗോപുരം ഒരു സൗത്ത് ഇന്ത്യൻ സ്റ്റൈലാണ്. ഈ പില്ലേഴ്സിലുള്ള പല കൊത്തുപണികളിലുള്ള ഈ കഥകൾ രാമായണത്തിലെയും മഹാഭാരതത്തിലെയൊക്കെ ഞങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരാണ് ഞങ്ങളുടെ ഗൈഡ്.
फोटो में देखिए रावण का बहन देखिए सर, शूर्पणखा का एक अच्छा लड़की होके लक्ष्मण को पूछता मेरे को शादी करो। लक्ष्मण गुस्सा होके उसका नाक कट करते सर, कान कट करती है। हाँ, अपन भाई को राम पे जाके झूठ बताता है। वो जंगल में एक अच्छी लड़की थी, बोल दे मैं शादी करने के लिए। ये लोग ने गुस्सा होकर नाक कान थोड़े करके अपन भाई को बताता है। और रावण को गुस्सा होकर अपन सोचे भेजता है। फिर लड़ाई होता है दोनों में। फिर लड़ाई में रावण से की हर के रावण को अवमान होता है। सर हमारी ये तो कुछ भी बदल करती रहती है। इधर गोल्डन डियर बनती है। तो सीता रामा लक्ष्मण जो कहता ना सर उसको, उसका घर का सामने वो डियर घूमती रहती सर। सीता पूछता मेरे कुछ चाहिए, राम उसको उठा के लिए मिलेगा। लास्ट में क्या करता है, उसके ऊपर बाण प्रयोग करता है सर, पुकारता है ना, हाँ लक्ष्मणा हाँ सीता। उस को सुनती है, लक्ष्मण को बताता है। लक्ष्मण जाने का लक्ष्मण रेखा डालता है। रावण भिक्षमाणी के लेती है, एक किडनैप करता पुस्तो क्यूमा आना। लास्ट में स्टॉप करता है, जटा इसको पंख कट करता है। लास्ट में जटा राम के बता के मरती है। इधर उठा के सीधा लंका में रखती है सीता देवी को। में शायद फैशन तो होगा, हम लोग फैशन का तो नहीं कहते ना, कहता नहीं सिर्फ पांडव उसको गाली देते हैं ना, ये गुस्सा के उसके साथ भीम से गदा विधि करता है। लास्ट कृष्ण करता है, फिर मार दो मरेगा। इतने सुंदर किया देखिए सर। ഇത് കൊത്തുപണികളുടെ 3 സ്റ്റേജാണ്. ഇത് ഫിനിഷ്ഡ് സ്റ്റേജ്, ഇത് പകുതി ആക്കിയതും മറ്റേത് തുടങ്ങുന്നതിന് മുൻപുള്ളതും. പട്ടടക്കൽ ഗ്രൂപ്പ് ഓഫ് മോണ്യുമെൻറ്റ്സ് സ്ഥിതി ചെയ്യുന്നത് മുല്ലപ്രഭ നദീതീരത്താണ്. ഇവിടെ ഉണ്ടായിരുന്ന നന്ദിയുടെ വിഗ്രഹങ്ങളൊക്കെ പഴയകാലത്ത് എപ്പോഴോ നശിച്ചു പോയിരിക്കുന്നു. सुंदर डिजाइन सर, कार्य में देख ले सर। चालुक्य लास्ट टेम्पल है, द स्मॉल टेम्पल है, नेम इज काशी विश्वनाथ टेम्पल. ബദാമി കേവ് ടെമ്പിളിൻ്റെ അടുത്താണ്. ഞങ്ങൾ കുറച്ച് ക്ഷീണം പിടിച്ചുകൊണ്ട് കുറച്ച് റൂമെടുത്ത് കുറച്ച് റെസ്റ്റ് എടുത്ത് ഇവിടെ എത്തിയതായിരുന്നു. അപ്പോഴേക്കും നല്ല മഴ. ഇന്നത്തെ ദിവസം ഡിസ്റ്റൻസ് വൈസ് കുറവായിരുന്നെങ്കിലും 3 സ്ഥലത്ത് ഐഹോലെ, പട്ടടക്കൽ, ബദാമി സൈറ്റ് സീയിങ് ഉണ്ടായിരുന്നു. ഐഹോലയും പട്ടടക്കലും സൈറ്റ് സീയിങ് നല്ല പൊരുവേലത്ത് ചെയ്തു. ഇന്നലെ ഫുള്ള് വെയിലായിരുന്നല്ലോ അല്ലേ നമ്മുടെ, അതുകൊണ്ടാന്ന് തോന്നുന്നു എനിക്ക്. പിന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മുടെ സമയത്തിന് കഴിക്കാൻ പറ്റിയില്ല. അപ്പം അതാന്ന് തോന്നുന്നു കുറച്ച് ക്ഷീണം പിടിച്ചുപോയി. ഞങ്ങൾ നേരെ റൂമെടുത്തു, കുറച്ച് നേരം കിടന്നു. ഇവിടെ എത്തിയപ്പോഴേക്കും ബദാമി കേവ് ടെമ്പിളിൽ എത്തിയപ്പോഴേക്കും നല്ല മഴ. ഇനിയിപ്പോൾ ഇത് മഴയൊന്ന് കുറച്ച് നിന്നിട്ട് വേണം ടിക്കറ്റ് എടുത്ത് എൻട്രി ചെയ്യാൻ. അങ്ങനെ മഴ മുഴുവൻ തോരുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്ത് ഒരു ഗൈഡിനെയൊക്കെ സംഘടിപ്പിച്ച് ഈ കാഴ്ചകൾ കാണാൻ വേണ്ടി കയറി. നമ്മുടെ ഗൈഡിന് ഇംഗ്ലീഷിനെക്കാട്ടും കൂടുതൽ വശം പിന്നെ ഹിന്ദിയാണ്. പക്ഷേ പുള്ളിയുടെ വർത്തമാനം നമുക്ക് പിടിച്ചങ്ങ് എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് പോലെ തോന്നും. പക്ഷേ ശ്രദ്ധിച്ച് കേട്ട് വീണ്ടും സംശയങ്ങളൊക്കെ ചോദിച്ചാണ് ഞങ്ങൾ ഈ എക്സ്പ്ലനേഷനൊക്കെ കേൾക്കുന്നത്. राइट साइड लेफ्ट साइड के चामरदार एयरिंग मूवमेंटिंग विष्णु भगवान को वैकलम ईगल गरुड़ा नीचे से देखिए सर, विष्णु भगवान को वैकलम ईगल, वाइफ ऑफ लक्ष्मी. तो ऊपर में देखिए सर एक्चुअली तो फाइनेंस मिनिस्टर ऑफ कुबेरा, फाइनेंस मिनिस्टर ऑफ कुबेरा. वो काबर भी ऊपर में देखिए सर हिरण्यकश्यप पेट में निकलता है एंग्री नरसिम्हा. हमारा बादामी चालुक्य का राज्य मुद्रा. ഈ ഭാഗത്തെ ബദാമി കേവ് ടെമ്പിൾസിൽ മെയിനായിട്ട് 4 കേവ് ടെമ്പിൾസ് ആണുള്ളത്. ഇതാണ് 1400 വർഷത്തോളം പഴക്കമുള്ള അഗസ്ത്യ ലേക്ക്. ഇത് മനുഷ്യനിർമ്മിതമാണ്.
ഇത് പണ്ടൊക്കെ ഹെർബൽ നമുക്കെന്താ മെഡിസിനൽ പ്രോപ്പർട്ടീസൊക്കെ ഉള്ള ഒരു ലേക്കായിട്ടാണ് കരുതിയിരുന്നെങ്കിലും ഇന്ന് അവിടുത്തെ ലോക്കൽ വില്ലേജേഴ്സും ഇതൊക്കെ അത് പൊല്യൂട്ട് ചെയ്തിട്ട് ഇപ്പം അതിൻ്റെ ആ ഒരു ക്വാളിറ്റി പോയെന്നാണ് ഗൈഡ് പറഞ്ഞത്. ആ കാണുന്ന അമ്പലം ഉണ്ടല്ലോ, അത് കൊണാർക്കിലെ സൺ ടെമ്പിളിൻ്റെ മിനിയേച്ചറാണ്. ഈ അമ്പലം കണ്ടിട്ടാണ് കൊണാർക്കിലെ സൺ ടെമ്പിൾ ബിൽഡ് ചെയ്തതെന്ന് പറയപ്പെടുന്നു. ഞങ്ങൾക്ക് സമയപരിമിതി മൂലം താഴെയൊന്നും പോയി അതൊന്നും കാണാനുള്ള ഒരു അവസരം കിട്ടിയില്ല. ഈ കാണുന്ന മലയിൽ മഴക്കാലത്തൊക്കെ കുറേ വാട്ടർഫാൾസ് ഉണ്ടാവും. ഒരുപാട് വർഷങ്ങൾ പഴക്കമുള്ള ഒരു മലയാണ്. അതിൽ നിന്ന് ഈ വെള്ളമൊക്കെ ഒഴുകിയിട്ടാണ് താഴെയുള്ള മാൻമെയ്ഡ് ലേക്കിൽ ഒരു ടാങ്ക് പോലെ ഈ വെള്ളം വന്ന് ഫില്ലാവുന്നത്. കേവ് ഫോർ ഒരു ജെയിൻ ടെമ്പിളാണ്. തീർത്ഥാങ്കരാസ് ജൈനിസത്തിൽ അവരുടെ രക്ഷകനും അവരുടെ ആധ്യാത്മിക ഗുരുവും കൂടിയാണ്. അപ്പോൾ ഇത് അവർക്ക് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്തിട്ടുള്ള ഒരു കേവാണ്. ഏതോ ടൂറിസ്റ്റ് കുറേ പഞ്ചസാരയും ആ സ്റ്റെപ്പിലൊക്കെ വെതറിയിട്ടിട്ട് അത് അവിടെയുള്ള കുരങ്ങുകൾ വന്ന് ആസ്വദിച്ച് തിന്നുന്നൊരു കാഴ്ചയാണ്. അവരെയും നശിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുക നമ്മൾ. എന്താ ചെയ്യുക? ഏകദേശം 10-15 കിലോമീറ്റർ യാത്ര ചെയ്ത് മഹാകൂട ക്ഷേത്രവും സന്ദർശിച്ച് അവിടുത്തെ ഉത്സവവും ഒക്കെ കണ്ട് ഞങ്ങൾ തിരിച്ച് ഹോട്ടലിലേക്ക് മടങ്ങി.